1983 IPS കേരള കേഡർ ഉദ്യോഗസ്ഥൻ, പോലീസ് തലപ്പത്തെ വിശ്വസ്തനായ DGP-മാരിൽ ഒരാൾ. ഫ്രഞ്ച് ചാരക്കേസും വിതുര പന്തളം പെൺവാണിപ്പ് കേസുകളും ലിസ് സാമ്പത്തിക തട്ടിപ്പ് കേസും പുറത്തുകൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ 2008 KSRTC MD-ആയിരിക്കെ കോർപ്പറേഷനെ ലാഭത്തിലാക്കാൻ നടപടികൾ സ്വീകരിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇന്റലിജൻസ് മേധാവി, ജയിൽ മേധാവി പദവികൾ വഹിച്ചു. റോഡ് സുരക്ഷയിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. 2015 UDF സർക്കാർ പോലീസ് മേധാവിയാക്കിയ സെൻകുമാറിനെ 2016 മെയ് 31 പിണറായി സർക്കാർ പടിയിറക്കി. ജിഷ പുറ്റിങ്ങൽ കേസുകളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. സർവീസിൽ നേരിട്ട വലിയ നാണക്കേടിന് സുപ്രീം കോടതി വരെ എത്തിയ 11 മാസത്തെ നിയമപോരാട്ടത്തിലൂടെ സെൻകുമാർ അതേ നാണയത്തിൽ സർക്കാരിന് മറുപടി നൽകി. സുപ്രീം കോടതി വിധി രാജ്യത്തെ IPS ഉദ്യോഗസ്ഥരുടെ കേസുകളിൽ തന്നെ നാഴികക്കല്ലായി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാനായിട്ട് എൻ്റെ ശ്രമം ഉണ്ടാകുന്നത്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള കൺഫ്രണ്ടേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഏറ്റുമുട്ടലിന് ഉറച്ചായിരുന്നു സർക്കാരെന്ന പിന്നീടുള്ള 55 ദിവസത്തെ സർവീസ് കാലയളവിൽ സെൻകുമാറിന് ബോധ്യപ്പെട്ടു. പോലീസ് ആസ്ഥാനത്ത് ആരോപണവിധേയനായ തച്ചങ്കിരിയെ നിയമിച്ചതായിരുന്നു തുടക്കം. സ്ഥലം മാറ്റ ഉത്തരവുകൾ റദ്ദാക്കിയതും രഹസ്യവിഭാഗമായ T ബ്രാഞ്ചിനെ വിവരാവകാശ പരിധിയിൽ കൊണ്ടുവന്നതിനെ സർക്കാർ എതിർത്തതും പിന്നാലെ സെൻകുമാറിന്റെ വിശ്വസ്തനായ അനിൽകുമാറിനെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മാറ്റിയതും പ്രതികാര നടപടിയെന്ന് വിലയിരുത്തപ്പെട്ടു. അതേസമയം സർക്കാരുമായി തുറന്ന പോരിനൊരുങ്ങാതെ സെൻകുമാർ മാറുന്നത് ശ്രദ്ധേയമായി. സേനയിൽ നിന്ന് പടിയിറങ്ങുന്ന സെൻകുമാർ വൈകാതെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് നിയമിക്കപ്പെടുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.